കുട്ടിമണിയുടെ ചികിത്സ മുടക്കാനുള്ള ശിവാനിയുടെ ശ്രമം പാളുന്നു. മതികലയുടെ മരണത്തിൽ രവിയെയും സംശയിക്കാമെന്ന് ശിവാനി. കുഞ്ഞിമണിക്ക് കുട്ടിമണിയുടെ രോഗലക്ഷണങ്ങളുണ്ടെന്ന് ഉറപ്പിക്കുന്ന ഡോക്ടർ. ജലജയെ ജാമ്യത്തിലിറക്കാൻ ചില നീക്കങ്ങൾ നടക്കുന്നു എന്നറിഞ്ഞ തമ്പി മനസ്സിനെ വിളിക്കുന്നു. തുടർന്ന് കാണുക. സീതയെടുത്തി, ഞാൻ ചോദിക്കുന്നതുകൊണ്ട് സീതയെടുത്തി ഒന്നും വിചാരിക്കരുത്. ഒന്നും ഉള്ളി വെച്ച് നടക്കുന്ന ശീലം ഇല്ലാത്തോണ്ട് ചോദിക്കുക. എന്തായാലും ചോദിച്ചോളൂ ശിവാനി. അത് ബാലേട്ടൻ സീതയെടുത്തി കൂടാതെ വേറെ ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചിരുന്നു അല്ലേ? ഇന്ദുബാലി എന്നാണല്ലേ അവരുടെ പേര്? അതെ. ബാലേട്ടന്റെ ആ ബന്ധം എത്ര നാളുണ്ടായിരുന്നു സീതയെടുത്തി? കുറച്ചു കാലേ ഉണ്ടായിരുന്നുള്ളൂ. ഓ, അവരെ ഒഴിവാക്കാൻ എന്തായിരുന്നു കാരണം? അത്രയ്ക്ക് പ്രശ്നക്കാരിയായിരുന്നു അവര്? അതിനെക്കുറിച്ചൊന്നും ഞാനധികം ചോദിക്കാറില്ല. എന്നാലും ചോദിക്കണ്ടേ സീതയെടുത്തി? എന്തായാലും ബാലേട്ടൻ കാരണമായിരിക്കില്ല ആ ബന്ധം ഒഴിവായത്, അല്ലേ? ബാലേട്ടനെ പോലെ ഒരാളെ ഭർത്താവായി കിട്ടാൻ ഭാഗ്യം വേണം. എന്നിട്ടും ആ ഇന്ദുബാല എന്തിനാ ഒഴിവായി പോയത്? അങ്ങനൊക്കെ സംഭവിച്ചതുകൊണ്ടല്ലേ സീതയെടുത്തിക്ക് ബാലേട്ടനെ തിരികെ കിട്ടിയത്, അല്ലേ സീതയെടുത്തി? എന്റെ വീടിനടുത്തൊരാളുണ്ടായിരുന്നു, സുന്ദരം എന്ന പേര്. നമ്മുടെ ബാലേട്ടനെ പോലെ തങ്കപ്പെട്ട സ്വഭാവമാ. സ്നേഹിക്കാൻ മാത്രമേ അറിയൂ. ആളും തരവും നോക്കാതെ അങ്ങ് സ്നേഹിക്കും. അതുകൊണ്ട് തന്നെ കല്യാണത്തെ കുറിച്ചുള്ള ചിന്തയൊന്നും ഉണ്ടായിരുന്നില്ല. ഒടുവിൽ എല്ലാരും കൂടെ നിർബന്ധിച്ചപ്പോ പെണ്ണ് കെട്ടാൻ തീരുമാനിച്ചു. പെണ്ണ് കാണാൻ പോവാനൊക്കെ ഭയങ്കര മടിയായിരുന്നു മൂപ്പർക്ക്. ആ പരിപാടിക്ക് അധികം നിൽക്കാതെ ഒരാളെ കണ്ട് മോഹിച്ചങ്ങ് കെട്ടിക്കഴിഞ്ഞപ്പോഴല്ലേ മനസ്സിലായത് രണ്ടാളുടെ രീതികൾ രണ്ട് തരത്തിലാണെന്ന്. നമ്മുടെ സുന്ദരം പരമാവധി പൊരുത്തപ്പെടാൻ നോക്കി. ഞാനെന്ന ഭാവക്കാരിയായിരുന്നു പെണ്ണ്. ആരെയും വകവെക്കില്ല. തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ കുറ്റം പറയും. മൂക്കേറിട്ട് നിർത്താൻ നോക്കും. അധികം പറയണ്ടല്ലോ, താമസിയാതെ രണ്ടാളും രണ്ട് വഴിക്കായി. ഈ പറഞ്ഞ പെണ്ണിനെ പോലെ ഞാനെന്ന ഭാവക്കാരി ആയിരിക്കും ഇന്ദുബാലയും, അല്ലേ? എല്ലാവർക്കും അവരവരുടേതായ താല്പര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ ഭാര്യയായി കഴിഞ്ഞാൽ പലതിനോടും പൊരുത്തപ്പെടാൻ പഠിക്കണം. അല്ലാതെ എന്റെ ധാരണകളെ നടക്കുന്നു വാശി പിടിക്കരുത്. ആ കാര്യത്തിൽ സീതയെടുത്തിയ ഞാൻ നമിച്ചിരിക്കുന്നു. എന്റെ മാതൃക സീതയെടുത്തിയ. അല്ല, സീതയെടുത്തിയുടെയും രണ്ടാം വിവാഹമാണെന്ന് കേട്ടല്ലോ, സത്യാണോ? സത്യമാണോ സീതയെടുത്തി? അത് കല്യാണം കഴിഞ്ഞു എന്നുള്ളത് നേര് തന്നെയാ. പക്ഷേ കല്യാണം കഴിഞ്ഞ് 2 മണിക്കൂർ പോലും തികച്ചില്ല. അതിനു മുമ്പേ ആള് മരണപ്പെട്ടു. അത് വലിയ കഷ്ടമായി പോയല്ലോ. 2 മണിക്കൂർ മാത്രം ആയുസുള്ളൊരു മംഗല്യയോഗം. പിന്നീട് ഒരു വിവാഹത്തെക്കുറിച്ച് ഞാൻ ചിന്തിച്ചിരുന്നില്ല. പക്ഷെ ദൈവം എന്നെ ബാലേട്ടനുമായിട്ട് കൂട്ടിക്കെട്ടി. ബാലേട്ടൻ കെട്ടിയ താലിയുടെയും തരുന്ന സ്നേഹത്തിന്റെയും ശക്തിയില അന്ന് മുതൽ ഞാൻ നിൽക്കുന്നത്. അതിലൊരു കളങ്കവും വരുത്തിയിട്ടില്ല ഞാൻ. ഒന്നുകൂടി ചോദിച്ചോട്ടെ സീതയെടുത്തി, വിഷമൊന്നും തോന്നരുതേ. ഇടയ്ക്ക് സീതയെടുത്തി ഇവിടുന്ന് പിണങ്ങിപ്പോയില്ലേ, അതെന്തിനായിരുന്നു? അത് അന്നങ്ങനെ സംഭവിച്ചു. അതില് എന്റെ ഭാഗത്തും പാകപ്പിഴ ഉണ്ടായിരുന്നു. ഈ ഇന്ദുബാല ഇപ്പൊ എവിടെയുണ്ട് സീതയെടുത്തി? അവര് വേറെ കല്യാണം കഴിച്ചോ? അതൊന്നും എനിക്കറിയില്ല. അവരും ബാലേട്ടനും തമ്മില് ഇടയ്ക്ക് കാണുന്നുണ്ടാവും അല്ലേ? അല്ല, ഒരു ദിവസമാണെങ്കിൽ പോലും ഒന്നിച്ചു കഴിഞ്ഞവർക്കേ അങ്ങനങ്ങ് എളുപ്പം മറക്കാൻ പറ്റൂ?
അകന്ന് നിൽക്കുമ്പോഴാണ് സ്നേഹത്തിന് ആഴം കൂടുക എന്നൊക്കെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്താ സീതേ? അത് ബാലേട്ടൻ ഇപ്പോ ഇന്ദുബാലയെ ഓർക്കാറുണ്ടോ? ഏത് ഇന്ദുബാല? ഇന്ദുബാലയെ അറിയില്ലേ ബാലേട്ടന്? ഇടയ്ക്ക് ബാലേട്ടൻ കല്യാണം കഴിച്ച ബാലേട്ടൻ പിന്നെ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? ഞാൻ എന്തിനു കാണണം? അല്ല, കണ്ടിട്ടില്ലെങ്കിലും ഓർക്കാതിരിക്കാൻ പറ്റില്ലല്ലോ അല്ലേ? ഒരിക്കൽ ബാലേട്ടന്റെ ഭാര്യയായിരുന്ന ആളല്ലേ? ഇന്ദുബാല ഇപ്പൊ എന്ത് ചെയ്യുമായിരിക്കും? ഇതുവരെ ഇല്ലായിരുന്നു ഇന്ദുബാല ഇപ്പൊ എവിടുന്ന് വന്നു? അത് ഞാനിങ്ങനെ കാര്യങ്ങളൊക്കെ ഓർത്തപ്പോ. ഓർക്കാൻ വേറെ എന്തെല്ലാം കാര്യങ്ങളുണ്ട് സീതേ. ഇന്ദുബാല ഒരിക്കലും എന്റെ ഭാര്യയായിരുന്നു, അത് ഞാൻ നിഷേധിക്കുന്നില്ല. പക്ഷേ അവരിപ്പോ എന്റെ ഓർമ്മകളിൽ പോലും ഇല്ല. ഓർമ്മയുടെ ഒരു കോണിൽ പോലും ഇല്ലാത്തോണ്ടാണല്ലോ സീത ആ പേര് ചോദിച്ചപ്പം ഏത് ഇന്ദുബാലെന്ന് ഞാൻ ചോദിച്ചത്. അല്ല, എനിക്ക് മനസ്സിലാവുന്നില്ല സീതയ്ക്ക് എന്താ പറ്റിയത്? അത് ബാലേട്ടാ, ഒന്നും പറ്റിയില്ല. ഒന്നും പറ്റാതെ ഇങ്ങനെ പെട്ടെന്ന് ഇന്ദുബാലയെ പൊക്കി പിടിച്ചോണ്ട് വരില്ലല്ലോ. സീത എന്റെ ജീവിതത്തിന്റെ ഭാഗമായതിനു ശേഷം വേറൊരാളുടെ ഓർമ്മ പോലും എന്നിലില്ല. സത്യം ബാലേട്ടാ, ഞാൻ സീതേ, ഇവിടെ ഇപ്പൊ ഓരോ തരത്തിൽ വേദന തിന്നുകൊണ്ടിരിക്കുക എല്ലാവരും. കുട്ടിമണി, കുഞ്ഞുമണി, അതിനിടയ്ക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ വലിച്ചഴിച്ച് കൊണ്ടുവരുന്നത് എന്തിനാ? നമ്മൾ വിചാരിക്കുന്ന പോലെയൊന്നും അല്ലല്ലോ ജീവിതത്തിൽ സംഭവിക്കുന്നത്. സീതയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടല്ലോ ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത സംഭവങ്ങള്. അതൊന്നും ആരും കരുതിക്കുട്ടി ചെയ്യുന്നതല്ലോ, സംഭവിച്ചു പോകുന്നതാ. അതൊന്നും ആരുടെയും കുറ്റമല്ല. അതിന്റെ പേരിൽ കുറ്റപ്പെടുത്താനും കുത്തി നോവിക്കാനും പറ്റില്ല. ഒരു പ്രത്യേക സാഹചര്യത്തിൽ എന്റെ ജീവിതത്തിൽ അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി. അതങ്ങനെ തന്നെ അങ്ങ് പോവുകയും ചെയ്തു. ഇനി അതിനെക്കുറിച്ചൊരു ചോദ്യം സംസാരം പാടില്ല. കുട്ടിമണിയും കുഞ്ഞുമണിയും ഓർത്ത് ഇവിടെ എല്ലാവരും മനസ്സിൽ നീറി നിൽക്കുമ്പോൾ നിന്റെ മനസ്സിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളാണല്ലേ? വലിയ കഷ്ടമുണ്ട് സീത. എനിക്ക് ആകെ ഒരു ടെൻഷൻ, സിജനോടല്ലാതെ മറ്റാരോടാ ഞാനിത് പങ്കുവെക്കുക? എന്താ തമ്പി സാറേ? എനിക്ക് ഒരു അനോണിമസ് കോൾ വന്നു. ഒരു തരത്തിൽ അതൊരു ഭീഷണിയായിരുന്നു. ആരാ സാറിനെ ഭീഷണിപ്പെടുത്തിയത്? ഇതൊരു ഭീഷണിയല്ല സിജ, എൻ്റെ മോളുടെ കേസുമായി ബന്ധപ്പെട്ട. നിയമത്തിൻ്റെ കൈകളിൽ നിന്നും ജലജകുമാരിയെ രക്ഷിക്കാൻ ഒരു പുതിയ വക്കീൽ വരുന്നു, അഡ്വക്കേറ്റ് ചെലവൂർ മൂർത്തി. ഓ, ഇതാണോ കാര്യം? പുതിയ വക്കീലോ പഴയ വക്കീലോ അവർക്ക് വേണ്ടി കോടതിയിൽ ഹാജരാവട്ടെ സാറേ. എന്നാലും ഈ അരുങ്കൊലയുടെ പേരിൽ അവർക്ക് ജാമ്യം പോലും കിട്ടാൻ പോണില്ല. കിട്ടും. ജാമ്യം മാത്രമല്ല, എൻ്റെ മോളെ കൊന്ന കേസിൽ ഒരു ദിവസത്തെ ശിക്ഷ പോലും കിട്ടാതെ ജലജകുമാരി പുറത്തു വരികയും ചെയ്യും. അതിന് സാമർത്ഥ്യമുള്ളൊരു വക്കീല ചെലവൂർ മൂർത്തി. സുജ, ചെലവൂർ മൂർത്തിയെപ്പോരാൾ ഈ കേസ് ഏറ്റെടുക്കണമെങ്കിൽ നമുക്കൊന്ന് ചിന്തിക്കാൻ കഴിയാത്തത്ര വലിയൊരു തുക പ്രതിഫലമായി കൈപ്പറ്റിയിരിക്കണം. എന്റെ തമ്പി സാറേ, ജയിലിൽ കിടക്കുന്ന അവരെ തിരിഞ്ഞു നോക്കാൻ പോലും ഒരാളില്ല. പിന്നെ ആരാ സാറേ ഈ പറയുന്ന വലിയ തുകയും കൊടുത്ത് അവർക്ക് വേണ്ടി ഇങ്ങനൊരു വക്കീലിനെ ഹാജരാക്കാൻ നോക്കുന്നത്? അതാ സുജ എന്നെ ആകെ കുഴപ്പിക്കുന്നത്.
സാറിനെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ബോധപൂർവ്വം ആരെ ശ്രമിക്കുന്നതാ. അല്ല, എന്റെ വക്കീലിനും ഈ ഒരു വിവരം കിട്ടിയിട്ടുണ്ട്. ജലജകുമാരിയുടെ പിന്നിൽ ആരോ ഉണ്ട്. എന്തായാലും അതൊരു നിസ്സാരക്കാരനല്ല. ജലജകുമാരിക്ക് വേണ്ടി ലക്ഷങ്ങളോ കോടികളോ മുടക്കാൻ കഴിയുന്ന ഒരു സമ്പന്നനാണ് അയാൾ. എന്റെ മോളുടെ കേസിൽ എനിക്ക് നീതി കിട്ടില്ല സജ. കോടതി അവളെ നിരപരാധി എന്ന് മുദ്രകുത്തി വിടും. അങ്ങനെ വന്നാൽ ഞാൻ... തമ്പി സാറേ, ഈ കേസിൽ നിന്ന് അവരെ രക്ഷിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതാരായിരിക്കും? സാറിന് ആരെങ്കിലും സംശയമുണ്ടോ? ഇല്ല സജ, എന്നെ ഒരു കാലത്ത് ദ്രോഹിച്ചിരുന്നത് എന്റെ മോളും ഭാര്യയായിരുന്നില്ലേ? ആ മോള് പോയി, ഭാര്യ അകത്തുമായി. പിന്നെ ഞാൻ ആരെ സംശയിക്കാനാ? ബൈ, ഒരു മിനിറ്റ്. എന്താ വെച്ചേ? കൊല്ലപ്പെടുന്നതിന്റെ തലേന്ന് മതികലയെ ബായി ഇവിടെ വെച്ച് കണ്ട കാര്യം പറയണ്ടേ? വേണ്ട വെച്ചേ, അതിപ്പോ പറയണ്ട. എന്താ സജ? അത് പിന്നെ സാറേ, സാർ എന്തിനാ എങ്ങനെ ടെൻഷൻ അടിക്കുന്നേ? ഈ കേസിൽ ജലജകുമാരിക്ക് ശിക്ഷ ഉറപ്പാ. തെളിവുകളല്ല അവർക്കെതിരാണല്ലോ. അതൊക്കെ ശരിയാണ്. എങ്കിൽ പിന്നെ സാറ് ധൈര്യമായിട്ട് ചെല്ല്. ചെലവൂർ മൂർത്തിന്നല്ല, അങ്ങ് ഡൽഹിയിലിരിക്കുന്ന ഏത് വമ്പന്മാരെ കൊണ്ടുവന്ന് ഇറക്കിയാലും മതികല കൊല കേസിൽ നിന്ന് ജലജകുമാരിക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. അതെ തമ്പി സാറേ, ഇതൊന്നും കേട്ട് സാറ് തളരണ്ട. സാറ് വച്ചിരിക്കുന്ന വക്കീലുമായിട്ട് ധൈര്യമായിട്ട് മുന്നോട്ട് പോയാൽ മതി. സാറിന് നീതി കിട്ടും. ഇവിടെ ഇപ്പൊ ഇങ്ങനെ ഒരു അവസ്ഥയായതുകൊണ്ടാ സാറേ. അല്ലെങ്കിൽ ഈ കേസ് തീരുന്നതുവരെ സാറിനൊപ്പം ഞാനും പിച്ചള ഉണ്ടായിരുന്നു. നിങ്ങളാ എന്റെ ആശ്വാസം. എന്നാ ഞാൻ വരട്ടെ. ശരി സാർ. ഓ, ബായി, മതികല കൊലക്കേസിന്റെ പിന്നിൽ നമുക്ക് പിടികിട്ടാത്ത എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. എന്നെ ഭീഷണിപ്പെടുത്താൻ വേണ്ടി കൺവെട്ടത്ത് വന്ന മതികല പിറ്റേന്ന് കത്തിക്കരിഞ്ഞ നിലയിൽ. ആ കുറ്റത്തിന്റെ പേരിൽ ജയിലിലായ ജലജകുമാരി രക്ഷിക്കാനിപ്പോ വക്കീലിന് ലക്ഷങ്ങൾ വാരിയെറിയുന്ന ഒരാളുടെ സ്വാധീനം പുറത്ത്. ഒന്നും പിടികിട്ടുന്നില്ലല്ലോ പിച്ചളെ. അയ്യോ, കുട്ടിമണിയുടെ കിങ്ങിണിപ്പാവാ. ചെളി പുരണ്ട ആകെ നാശമായല്ലോ. ഇതെങ്ങനെ ഇവിടെ വന്നു? കുട്ടിമണി ഇവിടെ തിരികെ എത്തിക്കഴിയുമ്പോൾ ആദ്യം ചോദിക്കുന്നത് കിങ്ങിണിപ്പാവയായിരിക്കും. അമ്മ പൗഡർ ഇട്ട് ചുന്നരി കുട്ടിയാക്കി തരാട്ടാ. നീ എന്താ മോളെ കുട്ടിമണിയുടെ കിങ്ങിണി പാവയുമായി നിൽക്കുന്നത്? ഇതിവിടെ നിലത്ത് കിടന്നിരുന്ന അപ്പച്ചമ്മേ. അകത്തുണ്ടായിരുന്ന പാവ എങ്ങനെ ഇവിടെ എത്തി? അസുഖമൊക്കെ മാറി വന്നാലും കുട്ടിമണിക്ക് കിങ്ങിണി പാവയെ മറക്കാനാവില്ല. മോളെ വല്ലാത്ത ക്ഷീണം. നീ ഒരു ചായ ഇട്ടു. അത് ഇപ്പൊ എടുത്തിട്ട് വരാം അപ്പച്ചമ്മേ. കുട്ടിമണി വരുന്നതോടെ ഇവിടെ സ്വസ്ഥതയും സമാധാനവും ഉണ്ടാക്കി തരണേ അമ്മേ ദേവി. തരില്ല ഞാൻ നിങ്ങൾക്ക് സ്വസ്ഥതയും സമാധാനവും.
എന്റെ ശിവാണന്റെ ചോരയ്ക്ക് പകരമായി നിങ്ങളുടെയൊക്കെ കണ്ണിൽ നിന്നും ദേഹത്തു നിന്നും ചോര വീഴിക്കും ഞാൻ. ഇതാർക്കാ സീതെടുത്തി ചായ? അപ്പച്ചമ്മയ്ക്കാ. ഷോ, എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഉണ്ടാക്കി കൊടുക്കില്ലായിരുന്നോ? ഒരു ചായ ഉണ്ടാക്കുന്നത് അത്ര വലിയ പണിയാണോ ശിവാനി? ആ സീതെടുത്തി, കുഞ്ഞുമണിയുടെ കാര്യത്തില് ലെസ്ലി ഡോക്ടർ പിന്നെന്തെങ്കിലും പറഞ്ഞായിരുന്നോ? ഇല്ല ശിവാനി, എന്താ ഉണ്ടാവുമെന്ന് കണ്ടു തന്നെ അറിയണം. ഞാൻ ഈ ചായ അപ്പച്ചമ്മയ്ക്ക് കൊണ്ട് കൊടുത്തിട്ട് വരാം. അല്ല സീതെടുത്തി, ഞാൻ ചായ കൊണ്ട് കൊടുക്കാം. സീതെടുത്തി കുട്ടാപ്പിന്റെ അടുത്തേക്ക് ചെല്ലാം. ആ അല്ലെങ്കിൽ വേണ്ട, സീതെടുത്ത് തന്നെ കൊണ്ട് കൊടുത്തേക്ക്. കുട്ടാപ്പൂനെയും കുഞ്ഞുമണിയും ഞാൻ നോക്കിക്കോളാം. ദാ അപ്പച്ചമ്മേ ചായ. അയ്യോ, എന്താ ഇത്? എവിടെ നോക്കിയാ ചായ എടുത്തത്? ഇതൊക്കെ വയറ്റിൽ ചെന്ന ആള് ചത്തുപോകുമല്ലോ. അത് പിന്നെ അപ്പച്ചമ്മേ. അല്ല, ഒരു ചായ വേണമെന്ന് പറഞ്ഞ് തെറ്റായി പോയോ? അങ്ങനെയൊന്നുമല്ല, ശരിക്കും നോക്കിയിട്ട് തന്നെ അപ്പച്ചമ്മേ ഞാൻ ചായ എടുത്തേ. എന്നിട്ടാണോ ഇത് ചായ കിടന്നത്? എന്ത് ചെയ്താലും അതിൽ ശ്രദ്ധയുണ്ടാവണം. ഞാൻ വേറെ ചായ എടുത്തിട്ട് വരാം. വേണ്ട, മനസ്സില്ലാ മനസ്സോടെ ചെയ്യുന്നതുകൊണ്ടാ ഇങ്ങനെയൊക്കെ. എനിക്ക് വേണ്ടുന്ന ചായ ഞാൻ ഉണ്ടാക്കിക്കൊള്ളാം. ഞാൻ കേട്ടു സീതെടുത്തി, ചായയിൽ എന്തോ വേണോന്ന് വെച്ച് ഇങ്ങനൊക്കെ പറയാവോ? അറിഞ്ഞോണ്ട് അങ്ങനെയൊന്നും ചെയ്യില്ലല്ലോ. ഞാൻ ആ ചായ കണ്ടതാണല്ലോ, അപ്പോഴൊന്നും അതിനകത്ത് ഒന്നുമില്ലായിരുന്നു. പിന്നെ എപ്പോഴാ ചായയിൽ ഇത് വീണേ? അതാ എനിക്കും പിടികിട്ടാത്തത്. ആദ്യമായിട്ടാ ഇങ്ങനൊരു സംഭവം. ഏതായാലും അപ്പച്ചിയമ്മ പറഞ്ഞത് ഇത്തിരി കൂടിപ്പോയി. സാരമില്ല, സീതെടുത്തി അത് വിട്ടേക്ക്. ചിലവൂർ മൂർത്തി സാറ് ആളൊരു പുലിയാ. ആ പേര് തന്നെ പലരെയും പേടിപ്പെടുത്തും. എന്ന് വെച്ച് നമ്മൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. മൂർത്തി സാറിനെയൊക്കെ രംഗത്തിറക്കണമെങ്കിൽ ജലജകുമാരിയുടെ പിന്നിൽ വമ്പൻ ടീം തന്നെ ഉണ്ടായിരിക്കുമല്ലോ. അതാ വക്കീലെ എന്നെ അതിശയിപ്പിക്കുന്നത്. അവൾക്ക് ഇങ്ങനെ പിൻബലം നൽകാനായി ആരുമില്ല. ആരുമില്ലാതെ എങ്ങനെയാ മൂർത്തി സാർ ചുമ്മാ വരൂ? ഒരു സിറ്റിങ്ങിന് ലക്ഷങ്ങളാ മൂർത്തി സാറിന്റെ ഫീസ്. മിസ്റ്റർ തമ്പി ഇക്കാര്യം ആരാ അറിയിച്ചത്? ആളാരാണെന്നൊന്നും പറഞ്ഞില്ല, ഈ വിവരം മാത്രമേ പറഞ്ഞുള്ളൂ. ഓഹോ. എന്റെ മോളെ യാതൊരു ദയവുമില്ലാതെ കൊന്ന് കത്തിച്ചു കളഞ്ഞവൾക്ക് ജാമ്യം കിട്ടാൻ പാടില്ല വക്കീലെ. അർഹിക്കുന്ന ശിക്ഷ തന്നെ കിട്ടണം. നമ്മുടെ ഭാഗം സ്ട്രോങ്ങാ. ജാമ്യം കിട്ടാനുള്ള ഒരു സാധ്യതയും ഞാൻ കാണുന്നില്ല. ശിക്ഷയും കിട്ടും. മറുഭാഗത്ത് മൂർത്തി സാർ വരുന്നത് കൊണ്ട് മാത്രമാ നേരിയൊരു ആശങ്ക. പ്രശ്നമാവോ വക്കീലെ? ഏയ്,
എനിക്കിപ്പോഴും തോന്നുന്നു ഇതൊരു ഫേക്ക് ന്യൂസ് ആകാനാ സാധ്യതയെന്നാണ്. അത് പിന്നെ എന്നെ വിളിച്ചറിയിക്കേണ്ട കാര്യം? മിസ്റ്റർ തമ്പിയെ മാനസികമായി തളർത്തുക, അതായിരിക്കും അവരുടെ ഉദ്ദേശം. ആയിക്കോട്ടെ, പക്ഷേ ഇങ്ങനൊരു വാർത്ത എന്നെ വിളിച്ചറിയിക്കണമെങ്കിൽ അതിന് ഒരാളുണ്ടാവണമല്ലോ. ജയിലിൽ കിടക്കുന്ന ജലജയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ എന്റെ അറിവിൽ അങ്ങനെ ഒരാളില്ല. വക്കീലെ, ആ വാർത്തയോ ചെലവൂർ മൂർത്തിയോ ഒന്നും എന്നെ ബാധിക്കുന്നില്ല. അവൾക്ക് ജാമ്യം കിട്ടരുത്, അത്രേ ഉള്ളൂ എനിക്ക്. ജാമ്യം കിട്ടാനുള്ള ഒരു പഴുത് ഞാൻ കാണുന്നില്ല. ജാമ്യം കിട്ടില്ല എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. ഓക്കെ, ഞാൻ വിളിച്ചോളാം. ശിവാനി, എന്താ ശിവാനി കുഞ്ഞുമണിയും കൊണ്ട് ഇവിടെ വന്ന് നിൽക്കുന്നേ? അത് ഞാൻ വെറുതെ. അവിടെ കുഞ്ഞുമണിയെ കാണാത്തോണ്ട് ഞാൻ ആകെ പേടിച്ചുപോയി. ഇപ്പോഴും ഉള്ളിടുന്ന് പിടയ്ക്കുക. സങ്കടം വന്നപ്പോ കുഞ്ഞുമണിയും കൊണ്ട് വെറുതെ ഒന്ന് വന്നതാ സീതെടുത്തി. ഓർക്കും തോറും സങ്കടം ഇങ്ങനെ കൂടിക്കൂടി വരിക. അതിന് കുഞ്ഞിനെ എടുത്തോണ്ട് കിണറിന്റെ അരികിലേക്കാണോ വരണ്ടേ? ഒന്നാമത് ഈ കിണറൊരു തീരാ വേദനയാ ഞങ്ങൾക്കെന്നും. ഹലോ ശിവാനി, ഇത് ഞാനാ. ആരാ നിങ്ങള്? ഞാൻ ആരാണെന്ന് വൈകാതെ ശിവാനി അറിയും. നമ്മൾ കണ്ടുമുട്ടാനും സമയമായി. നമുക്കിനി നേരിട്ട് കാണാം. ഞാൻ എന്തിനാ നിങ്ങളെ കാണുന്നത്? ശിവാനി, എനിക്കും ശിവാനിക്കും ഒരു ലക്ഷ്യമേ ഉള്ളൂ: വയലോരം വീടിന്റെ പതനം. അതിനുവേണ്ടി നമ്മൾ ഒരുമിച്ച് നീങ്ങണം. എന്താ ശിവാനി, എനിക്കൊപ്പം ഉണ്ടാവില്ലേ? ആരാ ശിവാനി? അത് ഊരിന്നാ. ഓ, എന്റെ ഒരു ഫ്രണ്ടാ. അവള് ചോദിക്കായിരുന്നു നമ്മുടെ കല്യാണം ഇതുവരെ കഴിഞ്ഞില്ലേന്ന്. ആശുപത്രിയിൽ നിന്ന് വന്ന ഉടനെ നമ്മുടെ കല്യാണം നടത്താന്നല്ലേ ഇവിടെ എല്ലാരും പറഞ്ഞിരുന്നത്. എന്നിട്ട് ഇപ്പൊ എന്താ അതിനെപ്പറ്റി ആരും ഒന്നും മിണ്ടാത്തത്? കണ്ണ് ചോരല്ലാത്ത വർത്താനം പറയല്ല ശിവാനി. നമ്മുടെ കല്യാണമാണ് ഒപ്പം വലുത്. കുട്ടിമണിപ്പങ്ങളുടെ ജീവനല്ലേ? അത് പിച്ചളേണന്. പക്ഷെ എനിക്കിപ്പോ വലുത് എന്റെ ജീവിതമാ. ശിവാനി, ഇനി ഏതാനും ദിവസങ്ങൾ കൂടിയുള്ള ചികിത്സയല്ലേ കുട്ടിമണിക്കുള്ളൂ. രോഗം പൂർണ്ണമായി മാറി പുറത്തേക്ക് വരുന്ന കുട്ടിമണിപ്പങ്ങളെ ഏറെ സന്തോഷിപ്പിക്കാൻ പോണത് നമ്മുടെ കല്യാണമായിരിക്കും. ഈ കഴുത്തിൽ ഞാൻ താലി ചാർത്തുമ്പം ശിവാനിക്ക് പിന്നില് എന്റെ കുട്ടിമണിപ്പങ്ങൾ ഉണ്ടാവണം. കുട്ടിമണി ഒരിക്കലും തിരിച്ചു വന്നില്ലെങ്കിലോ? ശിവാനി, എന്താ ശിവാനി നീ പറയണേ? അറം പറ്റുന്ന വാക്കുകളൊന്നും നിന്റെ നാവിന്ന് വീഴാൻ പാടില്ല. കുട്ടിമണി പെങ്ങള് സുഖപ്പെടും. അതുവരെ നമ്മൾ കാത്തിരുന്നേ പറ്റൂ. ശരി, കാത്തിരിക്കാം. പിന്നെ ഒരു കാര്യം ഞാൻ ഇപ്പോഴേ പറഞ്ഞേക്കാം. കല്യാണം കഴിയുന്നതോടെ നമുക്കിവിടുന്ന് മാറണം.
ഇവിടുന്ന് മാറാനോ? എങ്ങോട്ട്? പുതിയൊരു വീട്ടിലേക്ക് നമ്മൾ മാറിയേ പറ്റൂ. അവിടെ നമ്മൾ രണ്ടാളും മാത്രം മതി. ഇവിടെ എന്താ ശിവാനി പ്രശ്നം? നമ്മളെ സ്നേഹിക്കണവര് മാത്രല്ലേ ഇവിടെ ഉള്ളൂ. ഈ വീട്ടില് എന്റെ ശിവണ്ണന്റെ ഓർമ്മകളുണ്ട്. ഇവിടെ നിന്ന് പോയ ശിവണ്ണനെ നിങ്ങളാരും പിന്നെ കണ്ടില്ലല്ലോ അല്ലേ? അതെ. കല്യാണം കഴിഞ്ഞ പിന്നെ ഒരു നിമിഷം ഞാൻ ഈ വീട്ടിലുണ്ടാവില്ല. ആ മോളെ, നിനക്ക് പരിപൂർണ സമ്മതമല്ലേ ഈ കല്യാണത്തിന്? ദേ, നാളെ അച്ഛനെ കുറ്റം പറയരുത് കേട്ടോ. എനിക്ക് സമ്മതം അച്ഛാ. കേട്ടോടി. ഇന്ന് അടുക്കള 2 ഗ്ലാസ് കൂടുതൽ പൊട്ടും, അതുറപ്പാ. ആ മോളെ, രവി വിളിച്ചിരുന്നു, മോളെ തിരക്കി. ഡാഡി ചുപ് രഹോ. സാറേ, എന്തു പറ്റി സാറേ? ഞാൻ എന്റെ മോളെ കുറിച്ച് ഓർക്കായിരുന്നു. നല്ലൊരു കാലം എന്നിൽ നിന്നും അകന്നു കഴിഞ്ഞു. എന്നെ സ്നേഹിക്കാൻ തുടങ്ങിയപ്പോ, ഞാൻ എന്റെ മോളെ സ്നേഹിച്ചു തുടങ്ങിയപ്പോ എന്നിൽ നിന്നും പെട്ടെന്ന് അകന്നുപോയി. അകന്നുപോയതല്ല, അകറ്റിയതല്ലേ. അതിനുള്ള ശിക്ഷ അവൾക്ക് കിട്ടിയേ തീരൂ. ഏത് കൊമ്പത്തെ വക്കീൽ വന്നാലും രക്ഷ കിട്ടില്ല. റിമാൻഡ് കാലാവധി കഴിഞ്ഞ് നാളെ കോടതിയിൽ ഹാജരാക്കും. കിട്ടില്ല അവൾക്ക് നാളെ ജാമ്യം. നമ്മുടെ വക്കീൽ എത്ര സ്ട്രോങ് ആയി പറഞ്ഞിട്ടുണ്ട്. എല്ലാ സാറിന് അനുകൂലമായിട്ട് വരൂ. ഭക്ഷണം എടുത്തു വെക്കട്ടെ? ഞാൻ ജയിക്കുമ്പോ ബിരിയാണി വാങ്ങിക്കണേ. ചേച്ചി ഇപ്പൊ പിടിച്ചോ, അത് കഴിയുമ്പോ മനസ്സ് തന്നെ പിടിച്ചു. ചേച്ചി കണ്ടുപിടിച്ചു. മനുഷ്യനെ കണ്ടുപിടിച്ചിട്ടേ ഞാൻ അയക്കുകയും തിന്നുവല്ലോ ബിരിയാണി. ഹലോ 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 ഹലോ
സാർ ചായ. കേസിന്റെ വാദമാണെന്ന് മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചു. സാറിന്റെ പ്രാർത്ഥന ദൈവം കേൾക്കാതിരിക്കില്ല. ദൈവങ്ങൾക്ക് വരെ വില പറയുന്ന കാലമായത് എന്നുവെച്ച് നമ്മുടെ വിശ്വാസങ്ങളെ പാടയും ഇല്ലാതാക്കാനാവില്ലല്ലോ. ദൈവങ്ങൾ തുണയ്ക്കും എന്നാണ് എൻ്റെ വിശ്വാസം. അകത്ത് കിടക്കുന്ന ജലജയ്ക്ക് വേണ്ടി പുറത്തു നിന്നാരോ നന്നായി കളിക്കുന്നുണ്ട്. പക്ഷേ അതാരായാലും അവർ ജയിക്കാൻ പോകുന്നില്ല. അവർക്ക് വേണ്ടി ആ വക്കീൽ വന്നാൽ പണത്തിന് മീതെ പരുന്തും പറക്കില്ലല്ലോ. അതൊക്കെ ശരിയാണ്. കേസ് അന്വേഷിക്കുന്ന എസ്ഐയിലും ഇവിടുത്തെ നീതിന്യായ വ്യവസ്ഥയിലും എനിക്ക് പരിപൂർണ വിശ്വാസമുണ്ട്. ഇക്കാര്യത്തിൽ നീതിദേവത കണ്ണടക്കില്ല. ജലജയ്ക്ക് ജാമ്യം കിട്ടില്ലെന്ന് തന്നെയാണ് എൻ്റെ മനസ്സ് പറയുന്നത്. എൻ്റെ മോളെ ഇല്ലാതാക്കി ആ രാക്ഷസി ഒരിക്കലും പുറത്തു വരാതെ നിറയിക്കണം. റിമാൻഡ് കാലാവധി കഴിഞ്ഞു വരുന്നയാൾ ജയിലിലേക്ക് തന്നെ തിരിച്ചു പോകണം. പോകും. സാർ ഒറ്റയ്ക്കാണോ കോടതിയിലേക്ക് പോകുന്നത്? അല്ല, മനസ്സുജൻ അവിടെ എത്തും. ഇപ്പോഴത്തെ ഏറ്റവും വലിയ ബലം മനസ്സുജൻ മാത്രമാണ്. മഹാദേവൻ തമ്പിയുടെ പ്രതാപകാലത്തും ഇപ്പൊ ഈ തളർന്ന അവസ്ഥയിലും മനസ്സുജൻ ഉണ്ടായിരുന്നു ഒപ്പം. മനസ്സുജന് ഞാനുമായി തെറ്റിയിട്ടുണ്ട്, തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഒരിക്കലും മാനസികമായി അകന്നിട്ടില്ല. തള്ളിപ്പറയേണ്ടുന്ന സാഹചര്യം വന്നപ്പോഴും മനസ്സുജൻ അതിനെ അതേ അർത്ഥത്തിലെടുത്തു. മനസ്സിന്റെ ഈ ഒരു വലിപ്പം മറ്റാർക്കുണ്ടാവില്ല. ജീവിതത്തിൽ അനേകം ആൾക്കാരെ കണ്ടുമുട്ടും നമ്മൾ. ചിരിക്കുന്നവരും കൂടെ ഉണ്ടെന്ന് ബോധ്യപ്പെടുത്തുന്നവരും അടുപ്പം കാണിച്ച് കാര്യം നേടുന്നവരും എല്ലാം. അതിലൊരാൾ മനസ്സുജനെ പോലെ കൂടെ ഉണ്ടായാൽ ജീവിതത്തിനൊക്കെ ഒരു അർത്ഥമുണ്ടാവും. വർഷങ്ങളോട് കൂടെ കിടന്നവരിൽ നിന്നും ജനിപ്പിച്ച മകളിൽ നിന്നും കിട്ടാത്ത സ്നേഹം അതാ മനസ്സുജൻ തന്നതും തന്നുകൊണ്ടിരിക്കുന്നതും. ഒരുപാട് വേദനകൾ തരുന്ന ദൈവം കാണിക്കുന്ന കാരുണ്യമാണത്. മേരി, ഞാൻ ഇറങ്ങാം. നന്നായി ഒന്ന് പ്രാർത്ഥിക്കണം. ദൈവങ്ങളെ, നല്ലവനായ തമ്പിസാറിന്റെ ഒപ്പം നിൽക്കണേ. ഞാനവിടെ എത്തിക്കോളാം സാറേ. ശരി. സിജ, തമ്പി സാർ ഇപ്പം വിളിച്ചു വച്ചതേ ഉള്ളൂ. തമ്പി സാറ് കോടതിയിലേക്ക് പുറപ്പെട്ടു. ഞാനവിടെ എത്തിക്കോളാന്ന് പറഞ്ഞു. എങ്കിൽ പിന്നെ സമയം കളയണ്ട, സിജൻ പോയിക്കോ. ശരി, വരട്ടെ. അവര് പൈസ ഇറക്കി മുന്തിയ വക്കീലിനെയൊക്കെ ഇറക്കിയ സ്ഥിതിക്ക് ജാമ്യം കിട്ടുമോ ബാലേട്ടാ? പണ്ടായിരുന്നെങ്കിൽ എന്തെങ്കിലും പറയായിരുന്നു. ഇപ്പം ഒരു കാര്യത്തിലൊന്നും പറയാൻ പറ്റാത്ത സ്ഥിതിയാ. തെളിവുകളെല്ലാം ഉണ്ടായിട്ടും ശിക്ഷയെന്ന് ഒഴിവായി വരുന്നവരില്ലേ? ബാലേട്ടാ, മതികലെ കൊലപ്പെടുത്തിയത് അമ്മ തന്നെയാണെങ്കിൽ അവർക്ക് ഉറപ്പായിട്ടും ശിക്ഷ കിട്ടിയിരിക്കണം. അത് തന്നെ എല്ലാവരുടെയും പ്രാർത്ഥന. ബാലേട്ടാ, എനിക്ക് വേറൊരു കാര്യം പറയാനുണ്ട്. എന്താ സീതേ? അത് ശിവാനിയെക്കുറിച്ചാ. തുടങ്ങി. ഞാൻ ഊഹിച്ചതാ ശിവാനിയുടെ കാര്യം പറയുമ്പോ ബാലേട്ടന്റെ മുഖം ഇങ്ങനെ ചുളിയോന്ന്. നിനക്കെന്താ പറയാനുള്ളത്? ശിവാനി ഇപ്പൊ പഴയ ആളൊന്നും അല്ല ബാലേട്ടാ. അടിമുടി മാറിയിരിക്കുക ശിവാനി. എങ്ങനെ മാറിയിരിക്കുകയാണെന്നോ സീത പറയുന്നത്? എനിക്കിതുവരെ അങ്ങനെ തോന്നിയിട്ടില്ല. എല്ലാവരോടും നല്ല രീതിയിൽ തന്നെയാണ് ശിവാനി ഇടപെടുന്നത്. ഇവിടെ വന്ന് കുട്ടിമണിയുടെ കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട്, കുട്ടിമണിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അതൊക്കെ ശരി തന്നെയാ ബാലേട്ടാ. എന്നാലും ശിവാനി ശിവയുടെ അനിയത്തിയാണെന്ന് അറിഞ്ഞപ്പോൾ മുതൽ തുടങ്ങിയതാ നിന്റെ ഈ സംശയരോഗം. ശിവാനിയുടെ മുറിയിലാരോ വരുന്നു, ഇറങ്ങിപ്പോകുന്നു, ശിവാനി അങ്ങനെ ചെയ്തു. ഒക്കെ വെറും തോന്നലാ സീതേ. ഞാൻ കൃഷ്ണ ഡോക്ടറെ ഒന്ന് കണ്ടിട്ട് വരട്ടെ. തമ്പി, വക്കീലെ, ഞാൻ വന്നിട്ട് അല്പനേരമായി. നമ്മുടെ കേസ് വിളിക്കാനുള്ള സമയമാവുന്നേ ഉള്ളൂ. വക്കീലെ, ചിലവൂർ മൂർത്തി സാർ ലാൻഡ് ചെയ്തു.
അദ്ദേഹത്തിന് ഈ കേസ് ഏറ്റെടുക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു. മതികല കൊലക്കേസിലുണ്ടായ മാധ്യമ ശ്രദ്ധ കണ്ടപ്പോഴേ എനിക്ക് തോന്നിയതാ ഇങ്ങനെ ഏതെങ്കിലും പുലികൾ വന്ന് ചാടുമെന്ന്. ചെലവൂർ മൂർത്തി സാറ് അങ്ങനെ രൂപം കാത്തിരുന്നു എന്നല്ല വക്കീലെ, അദ്ദേഹത്തെ ഇവിടത്തേക്ക് വിളിച്ചു വരുത്തിയല്ലേ. ജലജകുമാരിയെ ജാമ്യത്തിൽ ഇറക്കാനായിരിക്കും അദ്ദേഹം ശ്രമിക്കുക. അത് തടയാനുള്ള എല്ലാ വഴികളും ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. എന്നെ വിശ്വസിക്കാം. വക്കീലൊരു വിശ്വാസക്കുറവ് എനിക്കില്ല. ഇരയ്ക്ക് നീതി കിട്ടാൻ വേണ്ടിയാ വക്കീൽ വാദിക്കാൻ പോകുന്നത്. പക്ഷേ പ്രതിഭാഗം അതിനല്ല ശ്രമിക്കുക. കുറ്റപത്രത്തോടൊപ്പം സമർപ്പിക്കുന്ന സർവ്വ തെളിവുകളെയും അസാധുവാക്കി പ്രതിയെ നിരൂപാധികം രക്ഷിക്കാൻ അവർ ശ്രമിക്കുക. വക്കീലെ, ജലജകുമാരിയുടെ പിന്നിൽ ഇന്ന് വലിയൊരു സ്വാധീനമുണ്ട്. അതെവിടെ നിന്നായാലും ആരിൽ നിന്നായാലും നിയമത്തിന്റെ മുന്നിൽ നിന്നും അവൾക്ക് രക്ഷപ്പെടാൻ കഴിയരുത്. ജലജകുമാരിയുടെ ജാമ്യ ഹർജി കോടതി തള്ളണം. അവൾ കുറ്റക്കാരിയാണെന്ന് കോടതി വിധിക്കണം. ഞാനെന്ന് നീതിക്ക് വേണ്ടി വാദിച്ചിട്ടുള്ളൂ. ഈ കേസിൽ നമ്മൾ ജയിക്കും. നീതി ദേവത നമ്മുടെ കൂടെയാ. എന്നാ ശരി തമ്പി, ഞാൻ അകത്തോട്ട് ചെല്ലട്ടെ. സാറേ, സിജ, എന്തായി? സമയാവുന്നല്ലേ ഉള്ളൂ. സാറേ, സാറ് വിഷമിക്കണ്ട. വിധി നമുക്ക് അനുകൂലമായിരിക്കും. ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങിയത്. പ്രാർത്ഥനയോടെ സിജ ഞാനും നിൽക്കുന്നത്. ജലജക്ക് കോടതി ജാമ്യം അനുവദിച്ചാൽ പോലും എന്റെ മോളുടെ ആത്മാവിന് ശാന്തി കിട്ടിയെന്ന് വരില്ല. കിട്ടില്ല സാറേ. അവർക്ക് ജാമ്യമൊന്നും കിട്ടാൻ പോകുന്നില്ല. പ്രതിക്കൂട്ടിൽ നിന്ന് അവരെന്തൊക്കെ വിളിച്ചു പറഞ്ഞാലും പൊട്ടിക്കരഞ്ഞാലും കോടതി അവരുടെ ദുഷ്ടമുഖം തിരിച്ചറിയും. അവർക്ക് കൊടുക്കുന്ന ശിക്ഷ മക്കളെ ദ്രോഹിക്കുന്ന ഓരോ അമ്മമാർക്കുള്ള താക്കീതായിരിക്കും. സാറ് കണ്ടോ? എന്റെ മോളുടെ ഒരുപാട് ദ്രോഹങ്ങളെ നേരിടേണ്ടി വരികയും സഹിക്കേണ്ടി വരികയും ചെയ്ത ഒരാളാ സത്യത്തിൽ സിജൻ. സിജന്റെ സ്ഥാനത്ത് മറ്റൊരാളായിരുന്നെങ്കിൽ ഇപ്പൊ എനിക്കൊപ്പമല്ല, ജലജകുമാരിക്കൊപ്പം നിന്ന് ആഹ്ലാദിക്കുമായിരുന്നു. സാറേ, ഞാനോ വയലോരം വീട്ടിലുള്ളവരോ അത്തരക്കാരല്ല. മതികളെ ഞങ്ങളെ ദ്രോഹിച്ചിട്ടുണ്ട്, അത് നേരാ. പക്ഷേ അന്നും ഇന്നും ഞങ്ങളെ ഓർത്ത് വേദനിച്ച സാറിന്റെ ഈ വലിയ മനസ്സുണ്ടല്ലോ, അത് ഞങ്ങൾക്ക് മറക്കാൻ പറ്റത്തില്ല. സിജ, സാർ ധൈര്യമായിട്ട് അകത്തേച്ചില്ലേ. എന്റെ മാത്രമല്ല, വയലൂരം വീട്ടിലെ സർവരുടെയും പ്രാർത്ഥന തമ്പി സാറിനൊപ്പമുണ്ട്. കോടതിയിൽ സിജന് എന്നോടൊപ്പം ഉണ്ടാവണം. വാ സിജ. സാറേ, സാറ് പോയിട്ട് വാ. ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. ധൈര്യമായിട്ട് ചെല്ലു സാറേ. ഈശ്വര, തമ്പി സാറിനെ വേദനിപ്പിക്കുന്ന വിധിയൊന്നും ഉണ്ടാവരുതേ. മോള് നഷ്ടപ്പെട്ട ഒരു അച്ഛൻ്റെ വേദനയ്ക്ക് ഫലം ഉണ്ടാവണേ. എന്താ അപ്പച്ചിയമ്മേ, എന്തിനിങ്ങനെ വിഷമിച്ചിരിക്കുന്നത്? ഓ, ഞാൻ ഓരോന്ന് ഓർത്തങ്ങനെ ഇരുന്നതാ. എന്താ ഓർത്തത്? ആ പാവം തമ്പി സാറിനെ കുറിച്ച് ഓർക്കാതിരിക്കാൻ പറ്റുമോ? എത്ര നല്ല മനുഷ്യപ്പറ്റുള്ള ആളാ. തലതിരിഞ്ഞ ഒരു മോളാണെങ്കിലും അവളെ കൊന്നതിന്റെ പേരിൽ തമ്പി സാറിന് വിഷമം കാണാതിരിക്കോ? കാണും. ഇന്ന് ജലജകുമാരിയെ കോടതി കൊണ്ടുവരികയല്ലേ. മോളെ അരിങ്കൊല ചെയ്തവർക്ക് ജാമ്യം കിട്ടിയ ഒരച്ഛനത് സഹിക്കാൻ പറ്റുമോ? സഹിക്കാൻ പറ്റില്ല അപ്പച്ചിയമ്മേ. ആ നശിച്ചവള് ജയിലറയ്ക്കുള്ളിൽ തന്നെ കിടക്കണം. ഒരിക്കലും പുറത്തു വരാൻ പാടില്ല. അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ അപ്പച്ചിയമ്മേ. കോടതിക്ക് കോടതിയുടേതായ നിയമങ്ങളൊക്കെ ഇല്ലേ. ചിലപ്പോ അവർക്ക് ജാമ്യം കിട്ടിയെന്നൊക്കെ വരും. അങ്ങനെ അവക്ക് ജാമ്യം കിട്ടിയ അവളെ ആ കോടതി മുറ്റത്തിട്ട് തന്നെ കത്തിച്ച് ചാമ്പലാക്കാൻ തമ്പിക്ക് കഴിയണം. എന്നിട്ട് ജയിലിൽ പോയി കിടക്കണം. അങ്ങനെ വന്നാലേ തമ്പിക്ക് മനസ്സുഖം കിട്ടും, മോളുടെ ആത്മാവിന് ശാന്തിയും കിട്ടും. അല്ല പിന്നെ. അതപ്പച്ചിയമ്മ പറഞ്ഞത് ശരിയാ. എനിക്കാണ് ഇങ്ങനെ ഒരു നഷ്ടമുണ്ടായതെങ്കിൽ അതിന് കാരണക്കാരായവരെ ഈ മുറ്റത്തിട്ട് കത്തിച്ച് ചാരമാക്കുമായിരുന്നു. ഈ മുറ്റത്തോ? എന്തിന്? അല്ല അപ്പച്ചിയമ്മേ,
ഞാനൊരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. അപ്പച്ചമ്മേ ഏറ്റവും കൂടുതൽ വെറുത്തിരുന്നത് ആരെയാ? മതികലയാണോ അതോ അവരുടെ അമ്മയാണോ? ഒരു തുലാസിലിട്ട രണ്ടും തുല്യം തന്നെ. എന്നാലും ഞങ്ങളെ ദ്രോഹിച്ചിട്ടുള്ളത് മുഴുവൻ മതികല ഒരുത്തിയല്ലേ. ചത്ത് തലയ്ക്ക് മേളിൽ നിൽക്കുകയാണെങ്കിലും പറഞ്ഞുകൂടാത്തതാ. അവളെപ്പോലൊരു അസുരവിത്ത് ഈ ഭൂമിക്ക് മേളിൽ കാണില്ല. അല്ല, ഈ രവിയേട്ടൻ എന്തിനാ അപ്പച്ചമ്മേ മതികലെ കളഞ്ഞത്? അന്ന് അവളെ കളയാൻ തോന്നിയത് നന്നായി. അല്ലെങ്കിൽ ഇന്ന് ജലജകുമാരി ചെയ്തതുപോലെ അവളെ ചുട്ടുകൊന്നിട്ട് ജയിലിൽ പോയി കിടക്കേണ്ടി വന്നേനെ. ഇട്ടുമൂടാനുള്ള പണം ഉണ്ടെന്ന് വെച്ച് അതിന്റെ പേരിൽ പെണ്ണുങ്ങൾ കൂടെ ജീവിക്കുന്ന ആണുങ്ങളെ ഭരിക്കാൻ നിന്നാലേ വിവരം അറിയും. അല്ലെങ്കിൽ അങ്ങനെയുള്ളവളുമാര് ഏതെങ്കിലും പെങ്കോന്തന്മാരെ കെട്ടണം. എന്റെ രവി ശാരദയുടെ അച്യുതന്റെ മകനാ. മോളുടെയും അമ്മയുടെയും ചൊൽപ്പടിക്ക് നിൽക്കാൻ കിട്ടില്ല എന്ന് കണ്ടപ്പം അവളൊരുമാതിരി കണക്ക് തീർക്കുന്നത് പോലല്ലയോ ഇവിടെ കഴിഞ്ഞുകൂടിയത്. എന്റെ പരുത്തിക്കാവിലമ്മേ, എനിക്കൊന്നും ഓർക്കാൻ മേലേ. രവിയേട്ടന് വേറെ കല്യാണം കഴിക്കാൻ പാടില്ലേ അപ്പച്ചമ്മേ? അത് തമ്പി സാറ് വിഷമിക്കുമെന്ന് കരുതി അവൻ കല്യാണം കഴിക്കാതിരുന്നത്. കുട്ടിമണിയെ ദ്രോഹിച്ചതിന്റെ പേരിലാണോ അപ്പച്ചമ്മേ മതികലെ ഇവിടുന്ന് പുറത്താക്കിയത്? ആ കണ്ണിച്ചോരയില്ലാത്തവള് കുട്ടിമണിയോട് ദ്രോഹങ്ങൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ. അതിന്റെയൊക്കെ ശിക്ഷയാ അവക്കിപ്പൊ സ്വന്തം തള്ളയുടെ കയ്യിൽ നിന്ന് തന്നെ കിട്ടിയത്. അപ്പച്ചമ്മ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? എന്താ? അപ്പച്ചമ്മ എന്റെ ശിവാണ്ണനെ നേരി കണ്ടിട്ടുണ്ടോ? അത് പിന്നെ ഞാൻ നിന്റെ ശിവേണ്ണനെ 1-2 വട്ടം കണ്ടിട്ടുണ്ട്. ശിവാണ്ണനും ഇവിടെ എന്നെ പോലെ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു അപ്പച്ചമ്മേ? മനസ്സിജൻ അവന്റെ കൂട്ടുകാരെ ആരെയും ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാറില്ല. വഴിയിലെങ്ങാണ്ട വച്ചു 1-2 തവണ കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. അല്ല, പിച്ചള പോലും ഇപ്പോഴല്ലയോ ഈ വീടുമായിട്ട് അടുത്തത്. എന്റെ മനസ്സിപ്പോ അവിടെ അപ്പച്ചമ്മേ. എവിടെ? അല്ല, മതികലയുടെ അമ്മയെ പോലെ ഒരു ഉറച്ച മനസ്സുണ്ടെങ്കിലേ നമുക്ക് പകവിട്ടാൻ പറ്റൂ, അല്ലേ അപ്പച്ചമ്മേ? അതൊന്നും എനിക്കറിയില്ല. മരുമോളായിട്ട് വന്ന് കയറിയ മതികല അവസാനിപ്പിച്ചെടുത്തുനിന്ന് ശിവാനി തുടങ്ങാൻ പോവാ. എന്റെ ശിവാണ്ണനെ കൊന്നവരോട് എനിക്ക് കണക്ക് തീർക്കണം, തീർത്തേ പറ്റൂ. പിച്ചളേ, എന്തായി ബായ് അവിടെ? ഒന്നും ആയിട്ടില്ല. ജാമ്യം കിട്ടില്ലെന്ന് തന്നെയാ തോന്നുന്നത്. ഞാനിവിടെ കോടതിക്ക് പുറത്താ ഉള്ളത്. ബായ് അങ്ങോട്ട് പോകുമ്പോ എന്നെയും കൂടി വിളിക്കായിരുന്നില്ലേ? ഞാനിവിടെ ഒറ്റയ്ക്ക്. അത് പിന്നെ പിച്ചള അവിടെ റെസ്റ്റ് എടുത്തോട്ടെന്ന് കരുതിട്ടാ. എന്റെ ബായ്, എനിക്കിപ്പോ ഒരു കുഴപ്പമില്ല. എല്ലാരും കൂടി എന്നെ രോഗിയാക്കല്ലേ. ബായ്, അവിടെ തിരക്കില്ലെങ്കിൽ എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ പിച്ചളേ? അത് പിന്നെ ശിവാനിയുടെ മാറ്റം തന്നെ. ഓരോ സമയത്ത് ഓരോ തരത്തിലാ ശിവാനി പെരുമാറണേ. എനിക്കെന്തോ പേടി തോന്നുന്നു ബായ്. എന്ത് പേടി? ശിവാനി എനിക്ക് നല്ലതുപോലെ അറിയാം. നിങ്ങളുടെ കല്യാണം നടക്കാത്തതിലുള്ള വിഷമം കാണും ശിവാനിക്ക്. അല്ലാതെ ശിവാനിക്ക് ഇപ്പൊ എന്ത് സംഭവിക്കാനാ? കല്യാണം നടക്കാത്തതിന്റെ ഒന്നും അല്ല ബായ്, ചില കള്ളത്തരങ്ങൾ കാണിക്കുന്ന പോലെ എനിക്ക് തോന്നുന്നത്. എന്റെ സംശയങ്ങളൊന്നും ഇതുവരെ വെറുതെ ആയിട്ടില്ല ബായ്. എന്താ പിച്ചള ഇത്? അവിടെ നിന്ന് ചുമ്മാ സംശയിക്കാതെ നല്ല കാര്യങ്ങൾ ചിന്തിക്കും. ഇവിടെ കേസിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായാൽ ഞാൻ അങ്ങോട്ട് വിളിക്കാം.